2018 നീറ്റ് ഫിസിക്സ് എക്സാമിന് ചോദിച്ച AC എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി കീമിനും ജെയ്ക്കും റെഗുലറായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 മിനിറ്റിൽ കാണുക എന്ന് നോക്കാം. ഓക്കെ, സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് ദി കപ്പാസിറ്റർ ആർ 80 volts, 40 volts and 100 volts respectively for a series LCR circuit. The power factor for this circuit is, okay, so 0.4, 0.8, 0.5 and 1. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പവർ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ഫാക്ടർ ഈസ് cos phi. ഇപ്പോൾ cos phiയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയാം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് ബൈ ഇമ്പിഡൻസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് ഇമ്പിഡൻസിന് എഴുതിയിട്ട് അതിനെ ഞാൻ കറണ്ട് വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാം കറണ്ട് ടൈംസ് റെസിസ്റ്റൻസ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ. ഓക്കെ, സിമിലർലി നമുക്ക് സെഡിൻ്റെ റിലേഷൻ ആദ്യം എഴുതാം കൈ എൽ മൈനസ് കൈ സി ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇനി കറണ്ടിനെ നമുക്ക് റൂട്ടിൻ്റെ അകത്തോട്ട് കൊടുക്കാം. റൂട്ടിൻ്റെ അകത്ത് കൊടുക്കുമ്പോഴേക്കും കൈ എൽ മൈനസ് കൈ സി ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാം ഈ ഒരു റിലേഷൻ നമുക്കിനി ഡേറ്റ ഇട്ട് കൊടുത്താൽ മാത്രമേ. കൈ എൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഇൻഡക്ടർ, കൈ സി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കപ്പാസിറ്റർ, ആർ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ. ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ളത് 80, 40, 100. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇടുമ്പോഴേക്കും നമുക്ക് 80 ഡിവൈഡഡ് ബൈ 100 മൈനസ് 40 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് റൂട്ട് 10,000 എന്ന് ഇടുന്നു. റൂട്ട് 10,000 എന്താ 100. അപ്പം 80/100 0.8 അല്ലെങ്കിൽ 80% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പവർ ഫാക്ടർ 0.8. ഓക്കെ.